അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും. ഞാരുണ്ട്, എന്തിനും വിളിക്കും. രേണു നീ തീർന്നു എന്ന് പറയുന്നില്ല. കാരണം നിനക്ക് ഇതും ഒരു അലങ്കാരമായിരിക്കും. ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത്, ചില വ്യക്തികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ വിശ്വാസമുള്ള ആൾക്കാരുടെ സ്ഥിതി പറയട്ടെ, അവരുടെ ജീവിതം എന്ത് തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കുന്ന അത്രയും കാലം ദുരിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ പല സിറ്റുവേഷനിലും കേട്ടിട്ടുണ്ട്. ഞാനൊരു ദൈവവിശ്വാസം ആയതുകൊണ്ട് പറയുക, ചില ആൾക്കാരുടെ ജന്മത്തിൽ തന്നെ ഉണ്ടായിരിക്കും അവരുടെ ജീവിതം അത്രയും ദുരിതമായിരിക്കും. അങ്ങനെ അത്രയും ദുരിതത്തിലൂടെ കടന്നു പോയിട്ട് ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതി. അവൻ്റെ കഷ്ടകാലത്തിന് അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലും കൂടി ഉള്ള ആൾക്കാർ. അപ്പോൾ ഒരു കാലത്തും സ്വൈര്യവും സമാധാനവും ഇല്ലാത്ത ജന്മമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറയാൻ എനിക്ക് ഒരു 15 വയസ്സുകാരൻ മകൻ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രായമായതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളുടെ ഈ ഒരു സംഭവം കണ്ട് 2 മക്കളെ വളർത്തിയത് കൊണ്ടും എല്ലാം കൊണ്ടും അതൊന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. രേണുവിനൊന്നും പറയില്ല, ദയവേത് രേണുവിനൊന്നും പറയരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അവളെ ഒഴിവാക്കണം. അവളെ ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഇവിടെ ഒരു നീതി ലഭിക്കേണ്ടത്, ഇവിടെ എന്തെങ്കിലും ഒരു ഉയർച്ച വേണ്ടത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടത് ഈ കുട്ടിക്കാണ്, ഈ മകനാണ്. ഇവൻ പറഞ്ഞപ്പോൾ ഇവൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുള്ളത്. 80% ഞാൻ പറഞ്ഞിട്ടില്ല, 20% ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. വെറും 20% മാത്രം പറയുന്നൊരു സിറ്റുവേഷനിൽ നീ ഇനി റാസൽ കൈമയിൽ ബാറല്ല വേറെ എന്ത് ഇനി ലോകം കീഴടക്കി എന്ന് പറഞ്ഞാലും നിനക്കോ ഇപ്പോൾ ഇവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവൻ്റെ കൂട്ടുകാർ, അതായത് അവൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ആ ഭാഗം പ്ലേ ചെയ്യാം കാണാത്തവർക്കായിട്ട്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് ഇത് പറയണം. പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. കാരണം ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ ഒരു ടോണിൽ ഞാൻ ഇവളുടെ കേസ് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കില്ല ഞാൻ. കാരണം എനിക്കത് അത്രയധികം വിഷമായി പോയി. ഞാൻ രാവിലെ ഈ വീഡിയോ കാണാനില്ല, പക്ഷേ ഇത്രയും നേരം ഞാൻ ഭഗവാനെ ഇത് റിയാക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ, ഇത് ഞാൻ പറഞ്ഞത് സോ കോൾഡ് വ്യൂസിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു മകൻ്റെ അച്ഛൻ എന്നുള്ള കണ്ടീഷൻ, അതായത് ഒരു കുട്ടി ജനിപ്പിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ അമ്മ അതിനെ വിട്ടിട്ട് പോണു. അതിനുശേഷം വീണ്ടും ഒരു സ്ത്രീ കയറി വരുന്നു. രണ്ടാമത് വന്ന സ്ത്രീയെക്കുറിച്ച് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത സമയത്തും അന്നും ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ, ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഞങ്ങൾ 2 പേരും ഈ ചാനലിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് ഈ മോനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ സ്ത്രീ പോട്ടെ, എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവൻ അമ്മേ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ത്രീ, ഇവരൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണല്ലോ. രേണു എന്ന് പറഞ്ഞിട്ടുള്ള അവൾ, ഞാനിങ്ങനെ പറയാത്തതാണല്ലോ അല്ലേ, ഞാനിങ്ങനെ പറയാറില്ല. ഞാൻ എപ്പോഴും നമ്മളൊരു കൺട്രോൾ വെച്ചിട്ട് സംസാരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അവൻ സംസാരിച്ചിട്ടുള്ള ആ 30 മിനിറ്റും ഏതൊരു രക്ഷിതാക്കൾ, അവൻ്റെ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ഉള്ളത് അമ്മമാരായിരിക്കും. ഒരു രക്ഷിതാവും സഹിക്കില്ല. പ്രത്യേകിച്ച് ആൺമക്കളുള്ള ഒരമ്മമാരും ഇവൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രേണു നിന്നെ 1000 വട്ടം 10000 വട്ടം ശപിച്ചിട്ടുണ്ടാവും. നീ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ത്രീ അതിനോടൊന്നും പറയല്ല. കാരണം ഞാനൊന്നുമല്ല പറയേണ്ടവർ, അത്രയും എക്സ്ട്രീം ലെവലിൽ പറഞ്ഞിട്ടും ഒന്നും കൂടി അതങ്ങോട്ട് ആ ഒരു ചീഞ്ഞ സംഭവം അങ്ങോട്ട് ഉത്തേജനാക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോണ ഒരു എനിക്കറിയില്ല. ഞാനിവൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. അതായത് ഇവനെ ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടിയിട്ട് ആരാണോ ഇവൻ ജീവിതത്തിൽ കരകയറ്റിയിട്ടുള്ളത്, ഏത് സുഹൃത്തുക്കളാണോ ഇവൻ്റെ ജീവിതത്തിൽ ഇവനെ കരകയറ്റിയിട്ടുള്ളത്, ആ സുഹൃത്തുക്കളുടെ
അമ്മമാർ പോലും അമ്മമാരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല. അതായത് അവന് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു സിറ്റുവേഷനിൽ ജീവിതം മടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കച്ചിത്തുരുമ്പായിട്ട് ഇവൻ പറഞ്ഞ എക്സാമ്പിൾ മഞ്ഞുമൽ ബോയ്സിൽ ആ കുഴിയിൽ വീണ് കിടക്കുന്നവനെ പിടിച്ച് നീപ്പിച്ച പോലെ സുഹൃത്തുക്കൾ അവനെ എണീച്ചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളെ അമ്മമാരുടെ മുഖത്തേക്ക് അവന് നോക്കാൻ പറ്റാതെ ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സ്ത്രീയെ, കിച്ചുവിൻ്റെ അമ്മേ, നിന്നെയൊക്കെ എന്ത് പറയണമെന്നറിയില്ല. ജീവിച്ചു പോ, നല്ല രീതിയിൽ ജീവിച്ചു പോ. സബ്സ്ക്രിപ്ഷൻ തരുന്നത് മെറ്റയാണ്. എല്ലാ പരിപാടികളും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്. നീ മുന്നോട്ട് പോവുക. ഞാൻ എല്ലാ വീഡിയോസിലും ഞാനൊരു മയത്തിലെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു പരിധിയില്ലേ, ഞാൻ അവിടെയാണ് പിന്മാറിയത്. ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് പറയുമ്പോൾ പക്ഷേ എന്തിനാണ് അതിനോട് പറയാം, നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. എന്തിനാണ് ഇവളോട് എന്തിനാ പറയുന്നത് തോന്നിപ്പോയില്ലേ, അങ്ങനത്തെ ഒരു. എന്തായാലും കിച്ചുവിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. സുധി എന്തിനാണ് അവൻ പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടീനെ നോക്കാനാണോ സ്ത്രീകളെ അന്വേഷിച്ച് നടന്നതെന്ന് അറിയില്ല. ഇനി അതിനാണ് ഇവൻ നടന്നതെങ്കിൽ, കാരണം ഇവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവൻ്റെ അച്ഛന് നോ പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു കേട്ടു. ഇനി അതിനു വേണ്ടിയാണ് നടന്നതെങ്കിൽ അവൻ തോറ്റുപോയി. സുധി എന്ന് പറഞ്ഞവൻ തോറ്റുപോയി. അതല്ല ഇനി അവൻ്റെ സുഖത്തിനാണ് ചെയ്തതെങ്കിൽ നശിപ്പിച്ച ജീവിതം ഉണ്ടല്ലോ, സീരിയസ്ലി ഇവനെ പിന്നെ ഇവൻ ഇതിൽ നിർത്തരുത്. ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇവൻ ഇതിൽ നിർത്തരുത്. ഇവൻ ഏതായാലും വീഡിയോ തുടങ്ങിയ സ്ഥിതിക്ക് ഇവൻ ഈ വീഡിയോ എൻ്റെ വീഡിയോ കാണുമെന്നറിയില്ല, ഹീ ഷുഡ് കണ്ടിന്യൂ. ഇവൻ സംസാരിക്കണം. ഇവൻ്റെ സംസാരം നമ്മളെടുത്ത് സംസാരിക്കണം. അല്ലാണ്ട് അവൾ അവിടെ പോയി ബാറിൽ പോയിട്ട് ചെയ്യുന്നതിനോ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിനോ അല്ല സംസാരിക്കേണ്ടത് ഇവന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ കാര്യങ്ങൾക്ക് സംസാരിക്കണം. ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് അവരും എല്ലാവരും ഇപ്പം എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. അതൊക്കെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ച്. ഇതാണ് ഈ ഒരു വീഡിയോ ഉണ്ടായ കാരണം. ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് കേട്ടോ. അതായത് ഇവനെ ഒരു ഡ്രഗ് അഡിക്റ്റാക്കി ചിത്രീകരിച്ചതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റും. നിങ്ങൾ പറയും, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും. ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. ഇവനൊരു ഡ്രഗ് അഡിക്റ്റ് ആക്കിയിട്ട് ഇവനെ പോർട്രേ ചെയ്തതിൽ വലിയൊരു പങ്ക് പലർക്കും ഉണ്ട്. പിന്നെ ഇതിനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് പണ്ട് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിനൊന്നും പറയാൻ പറ്റില്ല എന്ന്. ഇതിന് സത്യം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ബന്ധമൊന്നും ഇല്ല അതിനായിട്ട്. ആ സ്ത്രീനായിട്ട് പിന്നെ അങ്ങനത്തെ ബന്ധമില്ല. പണ്ട് അമ്മയെ എന്ന് അച്ഛൻ വിളിപ്പിച്ചു, അതാണ് കറക്റ്റ്. പണ്ട് അമ്മയെ എന്ന് അച്ഛൻ വിളിപ്പിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഇതിനില്ല. കോട്ടയത്ത് താമസം മാറി അതൊക്കെ പറയണം. അതിന് ശേഷമൊന്നും ബന്ധങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ അവർ കേൾക്കില്ല. ആ പെണ്ണ് ഇതൊന്നും കേൾക്കില്ല. അതിനിതൊന്നും ലോകത്തൊന്നും അല്ല. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ട എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ജീവിതം ജനിച്ചതിന് ശേഷം മുഴുവനും ഒരു കുട്ടി ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എന്താവും? നമ്മൾ ഒരുപാട് പേര് ഇപ്പം നമ്മളെയൊക്കെ മക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിപിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾപ്പിക്കാതെ വളർത്താനല്ലേ എല്ലാവരും ശ്രമിക്കുള്ളൂ അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അച്ഛനെ അടിപിടി കാണാത്ത പ്രശ്നങ്ങൾ അറിയാത്തൊരു ബാല്യം എനിക്ക് ഇനി അവനുണ്ടാവും. ഇവൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ 100% ഉറപ്പാണ് ഇതിലാരെങ്കിലും പൊക്കി പിടിച്ച് വരും. ഇവനെ വല്ലതും പറയുമായിരിക്കാം എന്നേ. പക്ഷെ ഇവൻ ഇതിലൊന്നും തളരാതെ ഇവൻ കാര്യങ്ങൾ മുന്നോട്ട് പറയണം. ഞാൻ ഭയങ്കര കരച്ചില് കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ ഇപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയ സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക് ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാകുവാണ്. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ട് എങ്ങാണ്ട് നോക്കിയതാ.
കൂട്ടുകാരനിട്ട് പണിയും കൊടുത്ത് കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കൊണ്ട് സ്വന്തം മകനെയും കൊണ്ടുപോയി നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജായി. വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ചെറിയ കുട്ടിയാകുമ്പോഴാണ് ഇപ്പം ഞാൻ പറയണത്. ഇന്ന് ഇപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ ഈ ഇത് സോ കോൾഡ് ഇപ്പോൾ വിധവ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും വിഷം ആയിട്ടുള്ളത് രണ്ടാമത്തത്. ഇതാരും ഞാനല്ല പറയുന്നത്, ആ അനുഭവിച്ചിട്ടുള്ള ആ കുട്ടിയാണ് പറയണത്. ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഗതി കയറി കൂടിയിട്ടുണ്ടെങ്കിലോ അന്ന് ഇതിനെയും പൊക്കി പിടിച്ച് നടക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതാണ് ഏറ്റവും രസം. വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടല്ലോ ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നു. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടുണ്ട് വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നതും കെട്ടപ്പെടുത്താം. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. ഇനിയാണ് കോട്ടയത്തേക്ക് എത്തുന്നത്. ദി സോ കോൾഡ് മറ്റേ തന്തപ്പടി വീട് പൊളിക്കാൻ നടന്ന തന്തപ്പടി. കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം. കണ്ടോ, ഇവൻ ഈ സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞിട്ട് കോട്ടയം പോകുന്നു പറഞ്ഞ് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത്ര അധികം ആ വീട്ടിൽ നിന്ന് എല്ലാവരെ കൊണ്ടും ഇതൊക്കെ ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ച കേസാട്ടോ, അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് എത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആവട്ടെ അവൻ്റെ ജീവിതത്തിലേ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അച്ഛൻ അമ്മ മരിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ബാക്കി ആരാളുള്ളത്? അച്ഛൻ. അപ്പോൾ അച്ഛനോടൊരു അടുപ്പം തോന്നും. ആ അച്ഛനെ കാണാൻ പോലും ആ രണ്ടാമത് വന്നിട്ടുള്ള ആ ഒരു സ്ത്രീ, ദുഷ്ടയായിട്ടുള്ളൊരു സ്ത്രീ സമ്മതിച്ചിട്ടില്ല. വളരെ നിസ്സാരമായിട്ട് അവന് വേണ്ടെന്ന് അവൻ്റെ അച്ഛനെ കാണണം, അത് സമ്മതിച്ചിട്ടില്ല. പിന്നെ അവന് മൂന്നാമത് വന്ന അമ്മയെന്ന് വിളിക്കുന്ന ഇപ്പോഴുള്ള സ്ത്രീ, അത് അവനെ കിട്ടി. എനിക്ക് അവന് കിട്ടിയ അവൻ്റെ ലോട്ടറി ആയിരിക്കും അത്. അച്ഛനെ എപ്പോഴും കാണാം. എന്തൊക്കെയോ എന്തോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ ഇപ്പോൾ പറയണമെന്ന് എനിക്ക് മറ്റുള്ളവൻ്റെ കാര്യമാകുമ്പോൾ എന്തും സംസാരിക്കുക. സ്വന്തം അവനാൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇടറൽ അത് ഉള്ളുന്ന് വരുന്നതാണ്. സംസാരിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഒന്നും നല്ല ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുറച്ച് പയ്യന്മാരെയും കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെങ്കിലും മര്യാദയ്ക്ക് ഉള്ളതും കൂടി ഇപ്പോഴുള്ള സ്ത്രീ ഉഷാറാക്കി. ബാക്കി പറയാം. ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ ഇത് കറക്റ്റായിട്ട് ഇവൻ പറയണം. എന്താണ് ഇവൻ ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം നൗ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം. കാരണം ഈ ലോകം മുഴുവനും ഇനി മറ്റവളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവളെ ബാധിക്കാൻ പോകുന്നില്ല. ഇടുന്ന തംബ്നെയിൽ മുതൽ ഓരോരുത്തർ വീഡിയോയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, തംബ്നെയിൽ മുതൽ എല്ലാ കാര്യങ്ങളും, ദി ഹോൾ തിങ് അവൾക്കതൊരു വളമാണ്. പിന്നീട് വളരാനുള്ള ഒരു എക്സ്ട്രാ സ്റ്റോറിയോ ഒരു എക്സ്ട്രാ റീലോ ഇടാനോ അതുകൊണ്ട് പോപ്പുലാരിറ്റി കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കാനുള്ള ഒരു മൈലേജാണ്. എന്താണ് ഒരു തുടക്കം. അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ
വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും ഇപ്പം പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോ? എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. അങ്ങനെ ഇവനെ ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലായി. അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, കണ്ടൊരു വെച്ചു കൊടുത്തിട്ടുള്ള വീട് ആ കോലത്തിൽ. അതിനെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് ഒരു പണിക്കും പോവാതെ നാണുണ്ടോ ഒരു ലേശെങ്കിലും? മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. ആരുമില്ല, ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും ഞാനും അച്ഛനും സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ ചാൻസസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇതുപോലത്തെ സ്ത്രീകളെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ആൾക്കാരായിരിക്കും അവിടെ. അതുകൊണ്ടായിരിക്കാം. കാരണം വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ആ കുട്ടിയുടെ അന്നത്തെ അവസ്ഥ അവരും മനസ്സിലാക്കിയില്ല. ഭയങ്കര വല്ലാത്തൊരു ലൈഫിൽ. നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും. എനിക്ക് ഇവനെ കുറിച്ച് പറയണ കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ നമ്മളെ ഇല്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. എന്താ കാര്യം വെച്ചാൽ സ്വന്തമായിട്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുള്ളൂ. ആ സ്ഥാനത്തേക്ക് ഞാൻ അറിയില്ല കേട്ടോ, റയറായിട്ട് വല്ല കേസസ് ഇനി അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വിഷമം വിചാരിക്കരുത്. ഇപ്പം ഇവരുടെ ലൈഫിൽ തന്നെ സംഭവിച്ചൊരു കാര്യം നോക്കും. സ്വന്തം കുട്ടീനെ ഇപ്പോഴും മറ്റേ ആ ചെക്കനെ നോക്കുന്നുണ്ടാവുമല്ലോ. കാരണം അത് സ്വന്തം മകനെ നോക്കുന്നുണ്ടായിരിക്കും. ഇത് പിന്നെ ആരും ഇല്ലാത്തൊരു ശരിക്കും ഓർഫനാണല്ലോ. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും നീ വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. കാലിൻ്റെ വിരലുണ്ട്. ആൺമക്കളെ സംബന്ധിച്ച് അച്ഛന്മാർ പറഞ്ഞാൽ ഭയങ്കര തണലാണ്. കാരണം എന്തുണ്ടെങ്കിലും എൻ്റെ പുറകിൽ അച്ഛൻ ഉണ്ട് എന്ന് പറയുമ്പോണ്ടല്ലോ, അതിപ്പോൾ ഇനി എത്ര കഴിവ് കെട്ട എന്നത് സോക്കോൾഡ് കഴിവ് കെട്ട ഒരാളാണെന്നുണ്ടെങ്കിലും സ്വന്തം അച്ഛൻ ബാക്കിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ധൈര്യമല്ല. അത് പോയി കഴിഞ്ഞതിന് ശേഷം ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ മരണവാർത്ത അറിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പോലും അതായത് ഇവിടുന്ന് പോയവർ അത് ആരാന്നുള്ളത് ഇവൻ എക്സ്പ്ലിസിറ്റായിട്ട് അവരോട് പറയുന്നില്ലെങ്കിൽ കൂടി അത് ഇവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്ത്രീൻ്റെ വീട്ടുകാരാണ്. ഇപ്പോൾ മിസ്സിസ് സുധി അല്ല, ഒക്കെ അതറിയപ്പെടാനാണല്ലോ ഭയങ്കര ഇത്, അതിൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ ആ വീട്ടുകാർ പോകുന്ന പോക്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇവന് വെള്ളം ഇറങ്ങുന്നതായിരിക്കില്ല എന്ന്. കാരണം അവൻ്റെ ചോരയാണ്, അവൻ്റെ അച്ഛനാണ്. തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് നിൽക്കുമ്പം ഇവർ നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല
പ്രാങ്ക് വല്ലതാണോ അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നിടത്ത് ഇവർ അടിച്ചുപൊളിയാണ് പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ്. ഇത്ര നന്മയുള്ള ചെക്കനല്ലേ അവൻ. അപ്പോഴും അവൻ ആ കുട്ടീനെ എങ്ങനെ നോക്കുന്നു, ആ ചെറുതിനെ. സ്വന്തം അനിയനല്ല അവിടെ പറയുമ്പോൾ അല്ലേ. ഇങ്ങനെ നിൽക്കുക എന്തോ എന്ത് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ ആയിപ്പോയി ഞാൻ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരോ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവുക. ഇവരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അനുപ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞെങ്കിൽ കൊല്ലത്ത് കൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്ത് കൊണ്ടൊക്കെ കാണിച്ച് ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം. അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥയിൽ ആ മോൻ്റെ കയ്യിൽ ബില്ല് കൊണ്ടു കൊടുക്കാൻ നിന്ന്. എടോ നമ്മളിപ്പോൾ വിചാരിച്ച് പറഞ്ഞ് ഞെട്ട് ഇങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കണ്ടാവല്ലേ? ആ തന്ത അതൊക്കെ കണ്ടാവോ? അത് അന്തേം തള്ളി ഇനി എന്തും പറഞ്ഞിട്ടാ പിടിച്ചു നിൽക്കുക. അല്ല നാണോ മാനോ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാ പറയുന്ന. പനുപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യണം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം വെച്ച് ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. ഇനി പ്രശ്നമില്ല, അതൊക്കെ കഴിഞ്ഞ കേസാണ് കേട്ടോ. ഇവനിത് കാര്യം പറഞ്ഞ് പുറത്തു വരാൻ നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ അവളുടെ പരിപാടികൾ, അവളുടെ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റത് ഇവളവിടെ പോയി അത് ചെയ്തു. സത്യം പറഞ്ഞാൽ അവൾക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. വിഷയങ്ങൾ വരുന്ന സമയത്താണ് സംസാരിക്കേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടോ. എന്തെങ്കിലും വിഷയങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയത്താണ് സംസാരിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ പോയി ഇത് ചെയ്തു, ഇവിടെ പോയി ഇത് ചെയ്തു, അല്ലെങ്കിൽ കള്ളും കുപ്പി എടുത്ത് കൗത്തി അടിച്ചു, ഇതൊന്നും അല്ല. അതൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടത് ഇത് പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റിയാണ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. അച്ഛനായിട്ട് കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ കണ്ണടയ്ക്കാം. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോഹമൊക്കെ ആയിരുന്നു. ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്താനൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നതല്ല ഇപ്പം. ഇതാണ് സംഭവം, ഇതാണ് സംഗതി. ഇവനെ വെച്ച് ഇപ്പം അവന് ആ ഒരു ഭീഷണി നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് എന്നാണെന്നറിയില്ല. പക്ഷെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത് കാണും. മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇതിൽ സംസാരിച്ച് നോക്കുക, എൻ്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി.
അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മിൽ. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 80% നീ പറയണം. സീരിയസ്ലി ബാക്കി 80% ഇവൻ പറയണം. ഇവൻ്റെ ഈ വീഡിയോ നമ്മളെ വീഡിയോ ഇവൻ കാണില്ല, എന്നാലും പറയണം. ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ ഇവൻ ജീവിച്ചിരുന്ന സമയത്തും മരിച്ചതിന് ശേഷം ഒരേപോലെ സമാധാനം കിട്ടാതെ, ഒരേപോലെ അല്ലെങ്കിൽ എന്താ പറയുക, അത്രയധികം ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജന്മമായിപ്പോയി പാവം ഈ ഒരു പയ്യൻ്റെ. അത് പറയാതിരിക്കാൻ വയ്യ. ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മരിച്ചിട്ടും സ്വൈര്യം കിട്ടാത്ത ഒരു ജന്മമായിട്ട് ഈ പാവം. ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്, ഇതിൽ തളരണ്ട. കോണ്ടൻറ്റിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ പേര് കൊണ്ട് നേടി തന്നിട്ടുള്ള വലിയൊരു അസറ്റ് ഉണ്ട് നിനക്ക്, അതായത് സോഷ്യൽ മീഡിയ. നിന്നെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. ആ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് നീ സംസാരിക്കണം. വന്നിട്ട് ഇവൻ വന്ന് സംസാരിക്കണം. മറ്റവളെ, അവൾ എക്സ്പോസ്ഡ് ആണ് ഓൾറെഡി. അവൾ എന്തായാലും എക്സ്പോസ്ഡ് ആണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷെ ഇനിയും, അതായത് ഈ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ജീവിക്കാൻ നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നാറിയിട്ടാണെങ്കിലും ജീവിക്കാൻ നിൽക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് അവൾക്ക് ഒരു ഗതിയും ഗത്യന്തരം ഇല്ലാണ്ടെന്ന് പറയാം. അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ, അങ്ങനെ ആവണമെങ്കിൽ നീ സംസാരിക്കണം. അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും. ഞാൻ പറയല്ല, മോശമാക്കിയിട്ടല്ല പറയുന്നത്. അവനവൻ്റെ അനുഭവങ്ങൾ പറയണം. അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും, മാനസികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. ഫിസിക്കൽ സുഹൃത്തുക്കളില്ലെങ്കിൽ കൂടെ തന്നെ നീ ഇനി സംസാരിച്ച് മുന്നോട്ട് വരുന്ന നിൻ്റെ സംസാരം കൊണ്ട് നിന്നിലേക്ക് എത്താനും നിൻ്റെ നന്മ മനസ്സിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും, ഇന്നലെ സുഹൃത്തുക്കൾ അമ്മമാർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതിനൊക്കെ മാറി വരാനുള്ള സാഹചര്യം നിനക്ക് വരും. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പ്ലീസ്, നിനക്ക് ഇതിൽ നിന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്. അവർ കേൾക്കാൻ എന്തായാലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി. ഒന്നും പറയാനില്ല. റാസൽ ഖൈമയിലെ വലിയ വീട്ടിലെ സ്ത്രീയെ, നിന്നോട് എന്ത് പറയാനല്ലേ? ഇത് കേൾക്കുന്നുണ്ടല്ലേ? വല്ല സ്റ്റോറി വല്ലതും വന്നിട്ടുണ്ടോ നോക്കട്ടെ ഞാൻ കേട്ടോ. ഞാനിത് നോക്കിയില്ല. ഇത് വന്നതിന് ശേഷം അമ്മയുടെ സ്റ്റോറി ഉണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ. അമ്മ കണ്ണാടിയുടെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കില്ല. ഇവിടെ സ്ഥിരം എന്തൊക്കെ. അമ്മയ്ക്ക് വിഷയമല്ല, അമ്മയൊക്കെ ഫുൾ ഹാപ്പി അല്ലേ? അമ്മ ഫുൾ ഹാപ്പി. അമ്മയ്ക്ക് അവിടെ പരിപാടികളെല്ലാം ഉണ്ട്. അമ്മേനെ വളർത്താൻ ഇവിടെ നാട്ടിലും PR വർക്കേഴ്സ് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. നെഗറ്റീവ് അടിക്കുന്നതല്ലേ PR. അപ്പം പിന്നെ അമ്മയ്ക്ക് എന്ത് വിഷയം അല്ലേ?